മുസ്ലിം ലീഗിലേക്ക് പൊതുജനത്തെ ആകർഷിക്കാൻ അന്ന് പാണക്കാട് തങ്ങന്മാർക്ക് നിങ്ങളാകുന്ന സമസ്തക്കാരിടയിൽ ഉണ്ടായിരുന്ന സ്ഥാനം അത് മനസ്സിലാക്കിയ KM മൗലവിയും KM സീതി സാഹിബും MK ഹാജി എന്ന തിരൂരങ്ങാടിയുടെ എത്തീംഖാനയുടെ സ്ഥാപകൻ പാവപ്പെട്ട എത്തീമക്കൾക്ക് കോളറ മൂലം ബാപ്പമാര് മരിച്ച മക്കൾക്ക് സ്വന്തം വീട്ടിൽ അഭയമൊരുക്കിയ MK ഹാജി എന്ന മഹാനായ മനുഷ്യൻ, പണക്കാരൻ, അദ്ദേഹം സ്വന്തം വീട്ടിൽ എത്തീമക്കൾക്ക് കോളർ മൂലം മരിച്ച ബാപ്പാര മക്കൾക്ക് തണലൊരുക്കി. ആ മനുഷ്യൻ കൂടി തീരുമാനിച്ചതാണ് മുസ്ലിം ലീഗിലേക്ക് സാമാന്യ ജനം ഒഴുകിയെത്തണമെങ്കിൽ അവരുടെ നേതാക്കന്മാരെ മുസ്ലിം ലീഗിന്റെ തലപ്പത്ത് കൊണ്ടുവരണം. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ കൂടിയാലോചിച്ച് തീരുമാനിച്ചതാണ് പാണക്കാട് തങ്ങന്മാരെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവരണം. അങ്ങനെയാണ് പാണക്കാട് തങ്ങന്മാർക്ക് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പദവി കിട്ടുന്നത്. അല്ലാതെ അവർക്ക് അവരുടെ തറവാട് സ്വത്തല്ല. അങ്ങനെ അതെങ്കിലും സമസ്തക്കാരെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ തിരുത്തണം. ഇവിടെ വിഷയം എന്താണ്? KNA ഖാദർ സാഹിബിനെ KPA മജീദ് സാഹിബിനെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്ന് സമസ്തക്കാർ പത്തവർക്കി. മജീദ് സാഹിബ് സ്വയം പിന്മാറി വേങ്ങരയിൽ കഴിഞ്ഞ ഇലക്ഷനിൽ. അപ്പോ അവർ നോമിനി വന്നു UA ലത്തീഫിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ മതി. അപ്പൊ ET മുഹമ്മദ് ബഷീർ ഇടപെട്ട് പറഞ്ഞു, സമസ്തയല്ല മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത്, അത് മുസ്ലിം ലീഗാണ്. അങ്ങനെയാണ് KNA ഖാദർ സാഹിബിനെ മത്സരിപ്പിച്ചത്. ഇതിലുള്ള കുശുമ്പാണ് നിങ്ങളെ പത്രപ്രസ്ഥാനയുടെ പുറത്തു വന്നത്. ഇപ്പൊ അൽഹംദുലില്ലാ KNA ഖാദർ സാഹിബ് ഭൂരിപക്ഷം കുറവാണെങ്കിലും വിജയിച്ചു, അത് മതി. നിങ്ങളെ തിട്ടൂരമല്ല മുസ്ലിം ലീഗ് നടക്കാൻ പോകുന്നത് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. 1948 മാർച്ച് മാസം 10-ാം തീയതി മദ്രാസിൽ വെച്ചിട്ട് ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടതിനു ശേഷം ഇന്ത്യ രാജ്യത്തെ ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടി അവരുടെ സ്വത്ത് സംരക്ഷണത്തിനു വേണ്ടി ഒരു പ്രസ്ഥാനം വേണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന സംഘടന രൂപീകരിച്ച് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മദ്രാസിൽ നിന്ന് മലബാറിലേക്ക് വണ്ടി കയറുമ്പോ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മദ്രാസിയിൽ നിന്ന് മലബാറിലേക്ക് വണ്ടി കയറുമ്പോൾ മലബാറിൽ തന്നെ ആര് സ്വീകരിക്കും? ആ ചിത്രത്തിന് അത്ര വ്യക്തതയുണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയുമോ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരുപാട് ഉയരങ്ങളുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരുപാട് വേരുകളുണ്ട്. അത് പടർന്നു പന്തലിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിന്റെ മണ്ണിൽ, മലബാറിന്റെ മണ്ണിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനക്ക് ആദ്യമായി ഒരു ശാഖ രൂപീകരിക്കപ്പെട്ടത് തിരൂരങ്ങാടിയിലാണ്. തിരൂരങ്ങാടി ശാഖ മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി വന്നപ്പോ അതിന്റെ പ്രസിഡന്റിന്റെ പേര് KM മൗലവി എന്ന തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. ആ സംഘടനയുടെ അന്നത്തെ ശാഖാ കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ പേര് K ഉമർ മൗലവി എന്ന തിരൂർക്കാട്ട മുജാഹിദ് നേതാവാണ്. നിങ്ങൾക്കറിയുമോ, മുസ്ലിം ലീഗിന്റെ രണ്ടാമത്തെ ശാഖ വരുന്നു തലശ്ശേരിയിൽ ലീഗിന്റെ ശാഖാ കമ്മിറ്റി വരുമ്പോ തലശ്ശേരിയിലെ മുസ്ലിം ലീഗിന്റെ ശാഖയ്ക്ക് നേതൃത്വം നൽകിയത് അവിടുത്തെ ഐക്യ സംഘത്തിന്റെ പ്രവർത്തകന്മാരായിരുന്ന സത്താർ ഷേഖ് സാഹിബും ഉപ്പി സാഹിബുമാണ്. ഇന്ന് ലീഗിന്റെ ചരിത്രം പറയുമ്പോ മലപ്പുറത്തു നിന്ന് ഇങ്ങനെ പുറപ്പെട്ട് പാണക്കാട് വരെ ഇങ്ങനെ എത്തി ചരിത്രം അവിടെ നിർത്തുന്ന ചില ആളുകളുണ്ട്. ഞങ്ങൾക്കൊരു വിരോധവുമില്ല. പക്ഷേ ചരിത്രത്തെ സത്യസന്ധമായി വായിക്കുന്നിടത്ത് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പൊതുധാരയിലേക്ക് മഹാന്മാരായ തങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് കടന്നു വന്ന വ്യക്തികളെ പരിശോധിക്കുമ്പോൾ നമുക്ക് ആദ്യമായി പരിചയപ്പെടാൻ കഴിയുക കോഴിക്കോട്ടെ വലിയങ്ങാടിയിൽ അരിക്കച്ചവടക്കാരനായിരുന്ന വർത്തക പ്രമുഖനായിരുന്ന വലിയ മനുഷ്യൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന് പറയുന്ന മഹാനായ നേതാവാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ കേരള സ്റ്റേറ്റ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിട്ട് അതിന്റെ അധ്യക്ഷ പദവിയിലേക്ക് നടന്നു വരുമ്പോ ചരിത്രത്തെ സത്യസന്ധമായി ചൂണ്ടുവരൽ വെച്ച് വായിക്കാനുള്ള സത്യസന്ധത നിങ്ങൾക്കുണ്ടാകണം. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന് പറയുന്ന നേതാവ് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായി കടന്നു വരുമ്പോ അദ്ദേഹത്തിന്റെ വലതുഭാഗത്തൊരു നേതാവുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഇടതുഭാഗത്തും ഒരു നേതാവുണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക് ആ നേതാക്കന്മാരുടെ പേരെന്താണെന്ന്? അദ്ദേഹത്തിന്റെ വലതുഭാഗത്തുണ്ടായിരുന്നത് KM മൗലവിയാണ്, അദ്ദേഹത്തിന്റെ ഇടതുഭാഗത്തുണ്ടായിരുന്നത് KM സീതി സാഹിബാണ്. സീതി സാഹിബിന്റെ കൈപിടിച്ച് KM മൗലവിയുടെ കൈപിടിച്ച് ലീഗ് രാഷ്ട്രീയത്തിന്റെ പൊതു നേതൃത്വത്തിലേക്ക് കടന്നുവന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ മരിക്കുന്നതുവരെ ആ ആദരവ് കാത്തു സൂക്ഷിച്ചു ബാഫക്കി തങ്ങൾ.
അല്ലേ? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി നടക്കുമ്പോ ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ സയ്യിദുൽ ബാഫക്കി തങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തു നിന്ന് എഴുന്നേറ്റുന്നുണ്ട്, ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് കൈകൊടുത്ത് സലാം സ്വീകരിച്ച് തന്റെ വലതുഭാഗത്തെ കസേരയിൽ സ്വീകരിച്ചിരുത്തിരുന്ന ഒരു നേതാവ് മാത്രമാണ് ലീഗിന്റെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ആ നേതാവിന്റെ പേര് തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന കെ മൗലവിയാണ്. മരിക്കുന്നത് വരെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു കെ മൗലവി. എവിടെയാണ് മുജാഹിദുകൾ ഇടപെടാത്തത്? 1934 കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ പ്രവർത്തനങ്ങൾ അവസാനിച്ച ശേഷം തിരൂരങ്ങാടി കേന്ദ്രമാക്കി ഈ ഇസ്ലാഹി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്തു തന്നെയാണ് കേരളത്തിൽ രാഷ്ട്രീയമായി ചിന്താരംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ മുസ്ലിം സമുദായത്തിൽ ദൃശ്യമാകുന്നത്. ആ മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് 1937 സർവേന്ത്യാ മുസ്ലിം ലീഗ് തലശ്ശേരിയിൽ രൂപീകരിക്കപ്പെട്ടത്. 1937 സർവേന്ത്യാ മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ ആദ്യത്തെ ശാഖ തലശ്ശേരിയിൽ രൂപീകരിക്കപ്പെടുകയാണ്. ആ ശാഖ തലശ്ശേരിയിൽ രൂപീകരിക്കപ്പെടുമ്പോൾ അതിന്റെ തലപ്പത്തുള്ള ആളുകളുടെ പേരുകൾ നമ്മൾ കൃത്യമായി വായിക്കണം. ഒന്നാമത്തെ പേര് ഹാജി അബ്ദുൽ സത്താർ ഇസ്ഹാഖ് സാഹിബ് എന്നാണ്. രണ്ടാമത്തെ പേര് ബി പോക്കർ സാഹിബ് എന്നാണ്. മൂന്നാമത്തെ പേര് KM CD സാഹിബ് എന്നാണ്. നാലാമത്തെ പേര് PV മുഹമ്മദ് മൗലവി എന്നാണ്. ഇവരെല്ലാവരും ചേർന്നാണ് തലശ്ശേരിയിൽ മുസ്ലിം ലീഗിന്റെ ശാഖ രൂപീകരിക്കുന്നത്. മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ അഭ്യുന്നതിക്ക് വേണ്ടി, മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, മുസ്ലിം സമുദായത്തിന്റെ അഭിമാനകരമായ അതിജീവനത്തിനു വേണ്ടി സമുദായം രാഷ്ട്രീയമായി സംഘടിക്കണം എന്ന ചിന്ത സജീവമായപ്പോൾ ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ മലബാറിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് ജന്മം കൊടുത്തത് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കളാണ്. ഇവരെല്ലാവരും അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ശുദ്ധ വഹാബികളായിരുന്നു. KM CD സാഹിബിനെ പോലുള്ളവർ ഈ പ്രസ്ഥാനത്തിന്റെ നാവായിരുന്നു, ഈ പ്രസ്ഥാനത്തിന്റെ തലച്ചോറായിരുന്നു, ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും പ്രബോധകരും പ്രഭാഷകരും എല്ലാമായിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് മുസ്ലിം ലീഗിന്റെ ശാഖ തലശ്ശേരിയിൽ രൂപീകരിക്കപ്പെടുന്നത്. തലശ്ശേരിയിൽ രൂപീകരിക്കപ്പെട്ട ഉടനെ തിരൂരങ്ങാടിയിലും മുസ്ലിം ലീഗിന് ഒരു ശാഖയുണ്ടായി. ആ ശാഖ രൂപീകരിച്ചത് മഹാനായ KM മൗലവി സാഹിബ് തന്നെയാണ്. KM മൗലവിയുടെ നേതൃത്വത്തിൽ തിരൂരങ്ങാടിയിൽ ഒരു ശാഖയുണ്ടായി. KM മൗലവിയുടെ നേതൃത്വത്തിൽ ഇവിടെ മുസ്ലിം ലീഗ് പ്രവർത്തനങ്ങൾ നടന്നു. കോഴിക്കോട്ടും ഇതുപോലെ മുസ്ലിം ലീഗിന് ശാഖയുണ്ടായി. ആ ശാഖയുടെ ഈ പ്രവർത്തകരും യഥാർത്ഥത്തിൽ KM മൗലവിയുടെ ശിഷ്യന്മാർ തന്നെയായിരുന്നു, KM മൗലവിയുടെ അനുയായികൾ തന്നെയായിരുന്നു. അങ്ങനെ ഒരേ സമയം രാഷ്ട്രീയ പ്രവർത്തനം നടന്നു, അതോടൊപ്പം ഇസ്ലാഹി പ്രവർത്തനം നടന്നു, പൊതുപ്രവർത്തനം നടന്നു, എല്ലാം നടന്നു. 1977 അഥവാ 40 വർഷം 39 വർഷം മുമ്പ് ഇവിടെയുള്ള ആദരണീയനായിരിക്കുന്ന ഒരു സയ്യിദിനെ ഒരു പത്രത്തിന്റെ ഫസ്റ്റ് പേജിൽ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത്, ഫസ്റ്റ് പേജിൽ താഴെ ഭാഗത്തു കൂടിയല്ല, അതിന്റെ ഹെഡിങ്ങിന്റെ നേരെ താഴെ, ആ പത്രത്തിന്റെ പേരിന്റെ നേരെ താഴെ ഒരു പന്നിയെ ഇങ്ങനെ കടത്തിയിട്ട്, കാർട്ടൂണാണ്, ആ പന്നിയുടെ മുകളിൽ ജനസംഘം എന്നൊരു പേരും എഴുതി. എന്നിട്ട് അതിൽ നിന്ന് തടിച്ചു മുഴുത്ത ഒരു കഷ്ണം EN ശങ്കരൻ നമ്പൂതിരിപ്പാട് മുറിച്ചിട്ട് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാകുന്ന 33ാമത്തെ പരമ്പരയിൽ ജനിച്ചു വളർന്നിവിടെ കേരളത്തിൽ ഒരുപാട് കാലം സേവനം ചെയ്ത മഹാനും കൂടിയായ ഉമർ ബാഫഖി തങ്ങളുടെ വായയിലേക്ക് തിരികെ കൊടുക്കുകയാണ്. എന്ന് തിരികെ കൊടുക്കൽ മാത്രമല്ല, EN ശങ്കരൻ നമ്പൂതിരിപ്പാടുടെ വോയിസ് എന്ന നിലക്ക് ഈ വഹാബി പരിശകൾ മുസ്ലിം സമുദായത്തിന്റെ വിയർപ്പും രക്തവും ഒഴുക്കി പടുത്തുയർത്തിയ മുസ്ലിമീങ്ങളുടെ ഇസ്സത്തിൽ നിന്ന് ബാഫഖി തങ്ങൾ പ്രചരിപ്പിച്ച് വളർത്തിയെടുത്ത ആ പത്രത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത്, ഫസ്റ്റ് പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത്, ആ ബാഫഖി തങ്ങളുടെ തന്നെ പെങ്ങളുടെ മകനും ബാഫഖി തങ്ങളുടെ മകളുടെ ഭർത്താവും കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവായ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവായ ഇങ്ങനെയൊക്കെ സ്ഥാനമാനങ്ങളുള്ള ഈ തങ്ങളെ അവഹേളിക്കാൻ വേണ്ടി ഒരു കാർട്ടൂൺ വരച്ച്, ആ കാർട്ടൂൺ മുഖേന തങ്ങളെ മാത്രമല്ല മുസ്ലിം സമുദായത്തെ മുഴുവനും വേദനിപ്പിച്ചു 40 കൊല്ലം മുമ്പ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞങ്ങളും സുന്നിയാണെന്ന് പറയുന്ന ഇന്ന് ആ രാഷ്ട്രീയക്കാരുടെ വാലായി പ്രവർത്തിക്കുന്ന അല്ലെ 2 വഹാബികളും യോജിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്ന് അതിന് ജനറൽ സെക്രട്ടറി പ്രഖ്യാപിക്കുന്ന ഈ സംഘടന, ആ സംഘടനയും നമ്മളും ഒക്കെ ഒന്നായിരുന്ന കാലത്ത്
മഹാനായ കാന്തപുരം ഉസ്താദും മർഹൂം ശംസുൽ ഉലമ EK ഉസ്താദും മാത്രമാണ് അന്ന് അതിന് പ്രതികരിച്ചിട്ടുള്ളത് എന്നുകൂടി പ്രത്യേകിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അന്നതിന് പ്രതികരിച്ചത് ഈ പണ്ഡിതൻ. ആ പ്രതികരിച്ച പണ്ഡിതന്മാർ ഇവരുടെ ആശയത്തിനെതിരുമായിരുന്നു.